ചേർത്തല ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ പ്രതിയായിരുന്ന സെബാസ്റ്റ്യന്റെ വീട് പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുകയാണ്. നാളുകളായി അടഞ്ഞുകിടക്കുന്ന വീട്ടിനുള്ളിൽ പുതിയ ഗ്രാനൈറ്റ് പാകിയതിൽ നാട്ടുകാർ ദുരൂഹത ആരോപിച്ചതോടെയാണ് നീക്കം. പരിശോധനയ്ക്ക് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് RTOയോട് അനുമതി തേടി. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ പറമ്പിൽ അസ്ഥികളടക്കം കണ്ടെത്തിയിരുന്നു. 2 തിരോധാന കേസുകൾ എത്തി നിൽക്കുന്നത് സെബാസ്റ്റ്യൻ എന്ന പേരിലേക്ക്. വരെ സെബാസ്റ്റ്യനൊപ്പം ഉണ്ടായിരുന്ന ബിന്ദു പത്മനാഭനെ പിന്നീടാരും കണ്ടിട്ടില്ല. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയെങ്കിലും സെബാസ്റ്റ്യനെതിരെ തെളിവുകൾ കണ്ടെത്താനുമായില്ല. കോട്ടയം സ്വദേശിനി ജൈനമ്മ തിരോധാന കേസാണ് ബിന്ദു കേസിന് പുതുജീവൻ നൽകിയത്. പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിനുള്ളിൽ പുതുതായി ഗ്രാനൈറ്റ് പാകിയതിൽ നാട്ടുകാർ ദുരൂഹത ആരോപിച്ചു. ഇതോടെയാണ് ബിന്ദു തിരോധാന കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് സജീവമാക്കുന്നത്. ഗ്രാനൈറ്റ് പൊളിച്ച് പരിശോധിക്കാനാണ് നീക്കം. ഇതിന് RTOയുടെ അനുമതി തേടി. ബിന്ദു കേസിൽ സെബാസ്റ്റ്യനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ അപേക്ഷ നൽകിയിരുന്നെങ്കിലും കോടതി തള്ളിയിരുന്നു. ഇതോടെയാണ് അന്വേഷണം വഴിമുട്ടിയത്. ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാതിരുന്നതും തിരിച്ചടിയായി. ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ അസ്ഥികൂടാവശിഷ്ടങ്ങളുടെ DNA പരിശോധനാ ഫലവും കേസിൽ നിർണായകമാകും. ബിന്ദുവിന്റെ ബന്ധുക്കളുടെ DNA സാമ്പിളുകൾ 2017 ശേഖരിച്ചിരുന്നു. ലഭിച്ച അവശിഷ്ടങ്ങൾ ഈ സാമ്പിളുകളുമായി ഒത്തുനോക്കും. 24 ആലപ്പുഴ.